മണ്ഡല പുനർവിഭജനത്തിൽ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റും പ്രാതിനിധ്യവും കുറയുമെന്ന പ്രതിപക്ഷ വാദത്തെ തള്ളി സർക്കാർ. തെക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുന്ന സീറ്റുകളുടെ എണ്ണവും ശതമാനവും വിശദീകരിക്കുന്ന കാർഡ് പുറത്തിറക്കിയാണ് ഇപ്പോൾ അതിൽ പ്രതിരോധം തീർക്കുന്നത്. എങ്ങനെയാണ് ഈ കാർഡ്, അതായത് നിലവിലത്തെ 50% എന്നുള്ള ഫോർമുല വരുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, ഒപ്പം തന്നെ കേരളം സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്ന സീറ്റിലെ വർധന അതിങ്ങനെയാണ്. കേരളത്തിന് 30 സീറ്റ് ഉണ്ടാകും, തമിഴ്നാടിന് 59, തെലങ്കാനയ്ക്ക് 26, ആന്ധ്രാപ്രദേശിന് 38, കർണാടകയ്ക്ക് 42 എന്നുള്ള രീതിയിലുണ്ടാകും. അതായത് നിലവിൽ ഉണ്ടാകുന്ന ശതമാനത്തിനേക്കാൾ കൂടുതൽ ആണ് ഉണ്ടാവുക. നിലവിൽ 543 ലോക്സഭാ സീറ്റുകളിൽ 129 സീറ്റുകളാണ് ഈ സംസ്ഥാനങ്ങളിലായിട്ടുള്ളത്. 23.76%. അത് 816 സീറ്റുകളായി ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം നടക്കുന്ന സമയത്തേക്ക് 816 ലോക്സഭാ സീറ്റുകൾ ഉണ്ടാകുമ്പോൾ 195 സീറ്റുകളായി ഉയരുമെന്നും അത് 23.76% നിന്നും 23.9% ഉയരുമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു കാർഡാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്.